എന്തെങ്കിലും സാധനം പണം കൊടുത്തോ പണം കൊടുക്കാമെന്ന വ്യവസ്ഥയിലോ വാങ്ങുന്ന ഏതൊരാളും കൺസ്യൂമർ അഥവാ ഉപഭോക്താവാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാവരും ഉപഭോക്താക്കളാണ്. പക്ഷേ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങളെ പറ്റി ബോധവാന്മാരാണോ? എന്തൊക്കെയാണ് ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങൾ? എങ്ങനെ അത് നേടിയെടുക്കാം? എറണാകുളം കലൂർ സ്വദേശിയായ അഭിഭാഷകൻ അബ്ദുൾ റസാഖ് 2013 62,000 രൂപയ്ക്ക് സോണി കമ്പനിയുടെ ഒരു ടെലിവിഷൻ സെറ്റ് വാങ്ങി. 6 വർഷത്തിന് ശേഷം പരാതിക്കാരന്റെ TV പ്രവർത്തിക്കാതെയായി. റിപ്പയർ ചെയ്യുന്നതിനായി സർവീസ് സെന്ററിൽ സമീപിച്ചപ്പോൾ വാറണ്ടി കാലാവധി കഴിഞ്ഞതിനാൽ ഫ്രീ സർവീസ് നൽകാനാകില്ല, ടിവിയുടെ സ്പെയർ പാർട്ടുകൾ നിലവിൽ വിപണിയിൽ ലഭ്യമല്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. TV റിപ്പയർ ചെയ്ത് നൽകാതിരിക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് വാർത്തകളും ലോക ക്രിക്കറ്റ് മത്സരങ്ങളും കാണാൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ച് അഭിഭാഷകൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചു. വാങ്ങിയ ഉത്പന്നം റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാനുള്ള ഉപഭോക്താവിന്റെ റൈറ്റ് ടു റിപ്പയർ എന്ന അവകാശത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഉത്പന്ന നിർമ്മാണം നിർത്തിയാലും സ്പെയർ പാർട്ടുകൾ ലഭ്യമാക്കേണ്ടത് നിർമ്മാതാക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വിധിച്ചു. TV നിർമ്മാതാക്കളായ സോണി ഇന്ത്യ 43,400 രൂപയും സർവീസ് സെന്ററുമായി ചേർന്ന് 30,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും 45 ദിവസത്തിനകം നൽകാൻ എതിർകക്ഷികൾക്ക് കോടതി നിർദ്ദേശവും നൽകി. ഒരു ടെലിവിഷൻ സെറ്റ് കേടായതിന്റെ പേരിൽ ഇത്ര വലിയ തുക നഷ്ടപരിഹാരം ലഭിക്കുമോ? ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം പരാതിക്കാരൻ ഒരു അഭിഭാഷകനാണ് എന്നതാണ്. അദ്ദേഹം ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ തന്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കും. എന്നാൽ സാധാരണക്കാരനായ ഏതൊരാൾക്കും ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം. അതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സാമൂഹിക നിയമനിർമ്മാണമാണ്. ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതികൾ കുറഞ്ഞ ചെലവിലും വേഗത്തിലുമുള്ള പരിഹാരവും ഉറപ്പാക്കാൻ സഹായകമായ നിയമമാണിത്. ജില്ലകൾ തോറും ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളുണ്ട്. കൂടാതെ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനെയും ദേശീയ കമ്മീഷനെയും സമീപിക്കാം. പ്രധാനമായും 5 കാര്യങ്ങൾക്കായി കൺസ്യൂമർ കോടതിയെ സമീപിക്കാം. തെറ്റായ വാഗ്ദാനങ്ങളോ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളോ നൽകിയ ശേഷം വാഗ്ദാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ, ഉത്പന്നങ്ങൾക്ക് ഗുണനിലവാരമില്ലെങ്കിൽ, വാറണ്ടി ഗ്യാരണ്ടി കാലയളവിൽ ആ സേവനം നൽകാതിരുന്നാൽ, നിയമപ്രകാരം നിശ്ചയിച്ചതിലധികം തുക ഈടാക്കിയാൽ, ജീവന് ഭീഷണി ഉണ്ടാവുന്ന സാധനങ്ങളുടെ പരസ്യം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്താൽ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്നതാണ്. ഉത്പന്നത്തിന്റെ വിലയ്ക്ക് അനുസൃതമായ തുകയായിരിക്കും കോർട്ട് ഫീ ആയി അടയ്ക്കേണ്ടി വരിക. വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വില 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം വരെയാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെയാണ് സമീപിക്കേണ്ടത്. 10 ലക്ഷം മുതൽ 2 കോടി വരെയാണ് ഉത്പന്നങ്ങളുടെ വിലയെങ്കിൽ സംസ്ഥാന കൺസ്യൂമർ കമ്മീഷനെ സമീപിക്കണം. ദേശീയ കമ്മീഷന് 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള കേസുകൾ കേൾക്കാനുള്ള അധികാര പരിധിയാണ് ഉള്ളത്. ഉത്പന്നത്തിന് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയാൽ 2 വർഷത്തിനുള്ളിൽ പരാതിപ്പെടണമെന്നാണ് വ്യവസ്ഥ. കോടതിയെ നേരിട്ട് സമീപിക്കുന്നതിനായി വെള്ള പേപ്പറിലാണ് പരാതി നൽകേണ്ടത്. ഏറ്റവും മുകളിലായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 സെക്ഷൻ 35 പ്രകാരം നൽകുന്ന അപേക്ഷ എന്ന് സൂചിപ്പിക്കണം. പരാതിക്കാരന്റെയും എതിർകക്ഷിയുടെയും പൂർണ്ണ വിലാസം എഴുതിയതിനു ശേഷം പരാതിയുടെ വിശദാംശങ്ങൾ വ്യക്തമായി എഴുതി അതോടൊപ്പം ആവശ്യമായ ബില്ലടക്കമുള്ള രേഖകളും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും നൽകണം. പരാതിക്ക് അടിസ്ഥാനമായ കാരണങ്ങളും ഗ്യാരണ്ടി വാറണ്ടി അടക്കമുള്ള വിശദാംശങ്ങളും ഉണ്ടാകണം. എന്ത് പരിഹാരമാണ് ആവശ്യമെന്നും നഷ്ടപരിഹാരമായി ലഭിക്കേണ്ട തുക സംബന്ധിച്ചും രേഖപ്പെടുത്തണം. പരാതിക്കാരന്റെ ഒപ്പും പേരും തീയതിയും രേഖപ്പെടുത്തിയ ശേഷം അപേക്ഷയ്ക്കൊപ്പം സത്യവാങ്മൂലവും നൽകണം. ഇതൊന്നും കൂടാതെ ഓൺലൈനായും വളരെ എളുപ്പത്തിൽ eDakil.nic.in എന്ന വെബ്സൈറ്റ് വഴിയും നമുക്ക് കൺസ്യൂമർ കോടതി സേവനങ്ങൾ ലഭ്യമാകും. നീതി നിഷേധിക്കപ്പെടുന്നത് ഒരു മൊട്ടുസൂചി വാങ്ങുന്ന ഉപഭോക്താവിനാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ ബാധ്യസ്ഥരാണ്. നീതിന്യായ കോടതികളിലെ വാർത്തകളും വസ്തുതകളുമായി വീണ്ടും കാണാം.